തീർക്കുന്ന മോനെ. ഗൈസ്, അപ്പോ നമ്മുടെ കുടുംബത്തില് ഒരു പുതിയ വിശേഷം നടന്നിരിക്കുകയാണ്. അപ്പൊ ആ വിശേഷം നിങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലേ? അപ്പൊ ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ കുടുംബത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ വ്ളോഗ് ഫോർ യു യൂട്യൂബ് കുടുംബാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതില് പുതിയ വിശേഷം എന്താ, നമ്മളങ്ങനെ ഒരു റൗണ്ട് എത്തി എന്ന് പറയാം. ഒരു 5 മില്യണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ സംഭവം ഇന്നലെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇന്നലെ ചില കാരണങ്ങളാൽ, തിരക്കുകളാൽ ഇന്നലെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ സെലിബ്രേഷൻ നമ്മൾ ഇന്നത്തേക്കായിട്ട് മാറ്റി വെച്ച്. അപ്പം അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ, കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന ഒരു ചെറിയ സെലിബ്രേഷൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അളിയൻ ഇവിടെ ട്യൂബ് പിടിച്ച് നിൽപ്പുണ്ട് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് എന്തായാലും എപ്പോഴും നമ്മളൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യലല്ലേ, ഈ തവണ നമ്മൾ ഒരു ചെറിയ വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ ഗെയിമിലൂടെ അതങ്ങനെ ആഘോഷിച്ചാലാണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഫുഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ട് കേട്ടോ, കേക്ക് ഇല്ലെന്നല്ല, 5 മില്യൻ്റെ ഒരു കേക്ക് ഉണ്ട്. പക്ഷെ അത് നമുക്ക് എന്തായാലും വഴിയെ മുറിക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് വേറെ നല്ല ഗെയിം, നമ്മള് ഗെയിം സംഭവം വേറെ ഒന്നല്ല, ഇപ്പൊ ഈ ഒരു ഗെയിം ട്രെൻഡ് ആണല്ലോ, എല്ലാരും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളും ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ ഇവിടെ ബർഗർ ഉണ്ട്, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, ഷവർമ ഉണ്ട്, ഇതിനകത്ത് ഇഞ്ഞുണ്ട് ഫുഡ് ഉണ്ട്. അതെ, ഇത് ജയിച്ചാ മാത്രം കിട്ടണ ഫുഡ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ബോട്ടിൽ ഫ്ലിപ്പ് മത്സരം നടത്താം. അപ്പൊ അതില് ആര് വിൻ ചെയ്യുന്നോ അവർക്ക് ഇത് വിൻ മീൻസ് അങ്ങനെയല്ല, വിൻ ചെയ്യുന്നതിനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പൊ അതാണ് ഈ തവണത്തെ നമ്മുടെ 5 മില്യന്റെ ഒരു ചെറിയ സെലിബ്രേഷൻ. അപ്പൊ എത്തി, അടുത്ത ആളെത്തിയിട്ടുണ്ട്. ഇവരെ കൂടി വെയിറ്റ് ചെയ്യായിരുന്നു. ബാ. അപ്പൊ സത്യം പറഞ്ഞാല് നമ്മൾ പറയേണ്ട ഒരു കാര്യം, നമ്മളെ യൂട്യൂബ് ചാനലില് നമ്മളെ 5 മില്യണിലേക്ക് അല്ലെങ്കിൽ ഓരോ മില്യൺസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടികളുടെ ഷോർട്സുകളാണ് കൂടുതലും. അപ്പൊ അതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആൾക്കാർ കുട്ടികളാണ്. ഇതാ അതില് നമ്മുടെ ഇന്ദ്രു, ഉണ്ണിക്കുട്ടൻ, ഇന്ദ്രൂട്ടൻ, ദുർഗ, അലേഖ്, നന്ദൂട്ടനും അലേഖ് ഇടക്ക് വരുന്ന ആൾക്കാരാണ്. അതെ, ഇവർ രണ്ടാള് ഭയങ്കര ടീം, ദുർഗും അതിനോടൊപ്പം നിൽക്കുന്ന ആള്. അപ്പൊ കൂടെ ഞങ്ങളെല്ലാവരും. അപ്പൊ അതാണ് നമ്മുടെ കുടുംബം. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച് അങ്ങനെ തുടങ്ങാം. റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇവര് തന്നെ ചെയ്തോളും. മക്കളെ നല്ല വിശപ്പുണ്ടാ? നിങ്ങൾക്ക് വിശപ്പുണ്ടോ? നമ്മള് കഴിച്ചിട്ട് ഇവര് കഴിച്ചിട്ട്, അപ്പൊ ഇവർക്ക് വിശപ്പില്ല. നിങ്ങൾക്ക് വിശപ്പില്ലേ? തുടങ്ങാം. ബാ. ഓക്കെ, റെഡി. അമ്മയെ മറിക്കുന്നില്ലേ ബോട്ടില്? നിന്നോ? ബാ, ആരംഭിക്കലാമ. അപ്പൊ ഒരു കാര്യം ചെയ്, വയസ്സിന് എളുപ്പം തൊട്ട് അങ്ങനെ അങ്ങോട്ട് നിക്കാം ക്യൂ ആയിട്ട്. അപ്പൊ വയസ്സനുസരിച്ച് നിന്നോ. എന്ത് വയസ്സനുസരിച്ച് നിന്നോ. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതെങ്ങനെയാണെന്ന് അറിയാമോ ഗെയിം? ഇന്ദ്രു ഇത് മറിച്ച് ഇന്ദ്രുവിനെ കുപ്പി വീണ് കഴിഞ്ഞാല് ഇന്ദ്രുവിനെ ആ സമയം ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുത്ത് തിന്നോണ്ടിരിക്കാം. അടുത്ത ആള് കുപ്പി ഇട്ട് കഴിഞ്ഞാല് അടുത്ത ആള് കുപ്പി എറിയുന്നത് വരെ ഓട്ടമില്ല ഇതില്. അടുത്ത ആള് കുപ്പി എറിയുന്നത് വരെ, മനസ്സിലായ? അപ്പൊ അടുത്ത ആള് കുപ്പി എറിഞ്ഞാ ഇന്ദ്രും ബാക്കി പോയി നിന്നോളാം, തിന്നണത് അവിടെ ബാക്കി വെച്ചിട്ട്. ഓക്കെ, അടുത്ത ഒരാൾക്ക് ഒരു ചാൻസ്. വീഴാത്തവര് വീണ്ടും വീണ്ടും പുറകെ വന്ന് എറിഞ്ഞോളാം. ഓക്കെ, റെഡി? വരിയായി പോയിരുന്നോ? എന്താണ് അവിടെ തല്ലുപിടിക്കണ്ട് ഗൈസ്. ഇപ്പൊ എല്ലാവരും വയസ്സ് മനസ്സിലായിട്ടുണ്ടാവും. അമ്മയെ ബാക്കി പോയി ചെല്ലി. ഓക്കെ, റെഡി? ഇന്ദ്രുവാണ് ഫസ്റ്റ്. അപ്പൊ ബോട്ടിൽ ചലഞ്ച് റെഡി, സ്റ്റാർട്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടുത്താള് ഇന്ദ്രു പോ. ഏലേനും പോ. അടുത്താള് ഇട്ടോ. ഓട്. അടുത്താള് ഓട്. അങ്ങോട്ടിടല്ല. ഓക്കെ. ഉണ്ണിക്കുട്ടൻ
വിഷം നീക്ക് നീക്ക് നല്ല വിഷം കത്തിക്കും നീക്ക് നിന്നോട് നീക്ക് നീ അല്ല വിശക്കുന്നത് നീക്ക് തീർക്കുന്ന മോനെ ഇന്ദ്രു വീട് കളക്കളെ ഒറ്റത്തവണ അത് വെള്ളമെല്ലാം കൂടെ കൊടുക്കുന്ന അമ്മയില്ലേ കളിക്ക് പോയി നിക്കമ്മയോടാ അമ്മയില്ലേ അമ്മക്കില്ലേ കള്ളത്തരം കളിക്കാം ഫോണും അറിയില്ലടാ ഇത് ഫോൺ വിട്ടുവന്ന് ഇന്നെല്ലാരും നശിപ്പിക്കും ഓക്കെ റെഡി റെഡി തുക്കു ഇന്ദ്രു ബർഗറിലെടുത്ത് ഇന്ന് കടിക്കാൻ പറ്റുമോ ചിക്കൻ ബർഗർ തിന്നു മോനെ അതാ ഫോണ് കളയുന്നു ഇവര് ഉരുട്ടി ഇങ്ങോട്ട് കളയല്ല ഫോണ് ഇന്ദ്രു തിന്നി ഇന്ദ്രുന്റെ അടുത്ത ആരാ ചെറി എടാ അവിടെ എറി ഫോണ് മെറിയല്ല നന്ദൂട്ടാ സൈഡിൽ നിന്ന് കുണിക്കൂട്ടാ സൈഡിൽ നിന്ന് ഇറക്കി തിന്നുന്നവര് സൈഡിൽ നിന്ന് ഇറക്കി വേഗം നോക്കി ഇല്ല നിങ്ങളുടെ വേഷം പോരെ അടുത്ത ആള് നോക്ക് ലൈൻ അനുസരിച്ച് വാ ഇന്ദ്രു വെച്ചേ ആരടുത്ത് വേഗം നോക്ക് ഗായ്സ് ഇവിടെ കുറച്ച് ഒച്ചപ്പാ വാശി നന്ദോടൻ ഇതുവരെ സണ്ടൊക്കെ ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ല ഇന്ദ്രു വീണ്ടും ഇന്ദ്രു പൊളിക്കും സണ്ടറിനിട്ട് മോനെ സണ്ടറിനിട്ട് കൈ സണ്ടറിനിട്ട് സണ്ട തിന്ന് കണ്ടിരിക്കുകയാണ് നന്ദൂട്ടനൊന്നും തിന്നാൻ കിട്ടിയിട്ടില്ല കൈ നന്ദൂട്ടനൊന്നും തിന്നാൻ കിട്ടിയിട്ടില്ല മാറി വരിയായിട്ട് പോ ദുക്കു മാറ് നന്ദൂട്ട നന്ദൂന് വേഗം തിന്നണ തൊട്ടടുത്ത് വേഗം തിന്നണ തൊട്ടാ സണ്ട ബർഗർ തിന്ന സണ്ട നീക്കി ഇല്ല വീണ് പോയി സണ്ട തിന്നോടി സണ്ട വാശി ഇല്ല വീണില്ല നന്ദൂട്ടാ ഇല്ല നന്ദൂരെല്ലാം കടിയെ കിട്ടിയോളൂ ഇല്ല സണ്ടക്ക് നല്ലോണം കിട്ടി മാറ സണ്ടക്ക് ലക്കി ഇന്ദ്ര നമുക്കിത് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ് ഭക്ഷണമൊക്കെ തീർന്നു ഇവരെല്ലാം വലിച്ചു വാരിയിട്ടു അപ്പൊ എന്തായാലും ഇന്ദ്രൂട്ടനാണെന്ന് തോന്നുന്നു ഇന്ദ്രൂട്ടനാണ് ഏറ്റവും കൂടുതൽ കഴിച്ചത് അതെ ഇല്ലില്ല ഇന്ദ്രൂട്ടൻ തന്നെ കഴിച്ചത് ഗൈസ് അപ്പൊ എന്തായാലും ഫുഡൊക്കെ നമ്മളെല്ലാം തിന്ന് തീർക്കോട്ടെ ഭക്ഷണമൊന്നും വേസ്റ്റ് ആക്കൂല എല്ലാരും കഴിക്കും നന്ദൂട്ടൻ എല്ലാരും കഴിച്ചോളൂ അപ്പൊ ഭക്ഷണം ഒരു തരി പോലും വേസ്റ്റ് ആക്കൂല എല്ലാം ഞങ്ങൾ തന്നെ തിന്നും ജയിച്ചത് ഇന്ദ്രുവാണ് ശരിക്കും പറഞ്ഞാല് ഇന്ദ്രുവാണ് ജയിച്ചത് സെക്കൻഡ് പ്രൈസ് ആരാണെന്ന് ഇപ്പൊ ക്യാമറ നോക്കേണ്ടി വരും നീ 2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ പക്ഷെ കുറച്ച് സമയം കിട്ടി നിനക്ക് നന്ദോട്ടിന് കുറച്ചു നേരം കിട്ടി നികി നല്ലോണം കഴിച്ചു എനിക്കോട് പാവം എന്താണ് അതിന് കൊടുക്കടി അതിന് കൊടുക്ക നമുക്ക് ഫുഡ് വേറെ ഉണ്ട് കേട്ടാ നമ്മൾ കൊടുക്കുക ഇത് കൂടാണ്ട് നമുക്ക് ഭക്ഷണം വേറെ ഉണ്ട് നമുക്ക് കഴിക്കും ഇതിപ്പോ മത്സരത്തിന് വേണ്ടി ആക്കിയതാണ് ഞാനും അളിയനും മത്സരത്തിൽ പങ്കെടുത്തില്ല ലൈറ്റ് പിടിച്ചു ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിന്റെ സൈഡില് ഗൈസ് അപ്പൊ എല്ലാവർക്കും ഈ മത്സരം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ കേക്ക് കട്ട് ചെയ്യാം അല്ലെ എന്തിനാണ് വിൻ ചെയ്തത്
ഗൈസ് അപ്പൊ എന്തായാലും കുറച്ചൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക, വേറെ ഒന്നല്ല, അത് ഈ കളീന്റെ ഇടയിലുള്ള ഒച്ചപ്പാട് അതിന്റെ ഒരു സ്പിരിറ്റിലാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അത് മാത്രല്ല ആരും പറയരുത് ആക്രാന്തം കാര്യങ്ങളൊന്നും പറയരുത്, നമ്മൾ ആരും ഫുഡ് കാണാത്തവരൊന്നും അല്ലാന്നൊന്നും പറയരുത്. ആ ഒരു ഗെയിമിന്റെ എടുത്തതുകൊണ്ടാണ് ഒരു സ്പിരിറ്റിലായതുകൊണ്ടാണ്. പിന്നെ കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഒന്നും വിചാരിക്കരുത്, നമ്മുടെ ചെറിയൊരു സന്തോഷമായിട്ട് മാത്രം എടുക്കുക, വേറെ അല്ലാതെ ഫുഡിന്റെ ഒരു ഇതായിട്ട് അങ്ങനെ ഒന്നും കാണരുത്. നമ്മളിന്ന് അതെ 5 മില്യൺ ആയപ്പോൾ ഉള്ള ഒരു ചെറിയ സന്തോഷം അല്ലെ, അത് മാത്രമാണ്. അപ്പൊ അങ്ങനെ ആയിട്ട് എടുക്കുമെന്ന് നമ്മളെല്ലാരും, നിങ്ങളെല്ലാരും അങ്ങനെ എടുക്കുമെന്ന് നമ്മളും വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ നമ്മുടെ ആ ഒരു ചെറിയൊരു കേക്കും കൂടി ഉണ്ട്, അതും കൂടിയാണ് കട്ട് ചെയ്തിട്ട് നമ്മുടെ 5 മില്യൺ സെലിബ്രേഷൻ അങ്ങോട്ട് ആരംഭിക്കുകയും ചെയ്യാം, തീർക്കുകയും ചെയ്യാം അല്ലെ. അപ്പൊ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, എല്ലാവരോടും സ്നേഹം, തിരിച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ. അപ്പൊ എന്നാ പിന്നെ നമ്മുടെ കേക്ക് ദേ ഇവിടെ റെഡിയാണ്. വ്ളോഗ് ഫോർ യു 5 മില്യൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കേക്ക്. കാരണം ഈ സമയത്ത് കേക്ക് എല്ലാവർക്കും വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ നല്ലൊരു കാര്യത്തിന് മധുരം നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ മുറിക്കുന്നതാണ്. അപ്പൊ എന്നാ പിന്നെ കുട്ടികൾ തന്നെ അത് അങ്ങോട്ട് കട്ട് ചെയ്യട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് നിന്ന് കട്ട് ചെയ്യുക. ഹാപ്പി 5 മില്യൺ, എല്ലാരും കൂടി കട്ട് ചെയ്തോ. Happy 5 million vlog for you. Happy 5 million vlog for you. Happy 5 million vlog for you. എടുക്ക് നന്ദു കത്തി കൊടുക്ക്, ഉണ്ണിച്ചേട്ടനെ കൊടുക്ക്, ഉണ്ണിച്ചേട്ടനെ കൊടുക്ക്. എല്ലാരും കഴിച്ചു. അപ്പൊ ഒരുപാട് സന്തോഷം ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പം നമ്മുടെ ചെറിയൊരു സന്തോഷം ഇപ്പം അങ്ങനെ പങ്കുവച്ചതാണ് എല്ലാവരുമായിട്ട്. താങ്ക് യു. അപ്പം എന്തായാലും ഇതുപോലുള്ള സ്നേഹവും സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവണം. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഒരു കുടുംബം മൊത്തത്തിലാണ്. അതെ, അതാണ് ഇവര് പറഞ്ഞാണ് സത്യം. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് ഓരോ നല്ല നല്ല കമന്റുകളും എല്ലാം ഞങ്ങളെ പിന്നെയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്ക് പ്രചോദനം. അപ്പൊ എന്തായാലും തുടർന്ന് അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. ഒരു സ്കിറ്റുകളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ സ്കിറ്റിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതും വേഗം വരും. അപ്പോൾ പഴയ പോലെ സ്കിറ്റുകളും ഷോർട്സുകളും ബ്ലോഗുകളൊക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ തരുന്ന സ്നേഹമാണ് ഈ കാണുന്ന 5 മില്യൺ. അപ്പൊ എന്തായാലും നമുക്ക് വ്ലോഗും വൈൻഡപ്പ് അടിക്കുക കൂടുതലായിട്ടൊന്നും ഇല്ല അല്ലെ. എന്റെ എന്താ പറയാനുള്ള അതെ. അപ്പൊ എന്തായാലും കേക്കൊക്കെ മുറിച്ച് കഴിക്കട്ടെ. കണ്ടില്ലേ, ഇതൊക്കെയാണതാ ആളിയന്റെ ഇവിടെ ട്യൂബ് പിടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഉള്ളൊരു സ്നേഹവും സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും അച്ഛനിവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, അച്ഛനിപ്പോ ഒരു ഫോൺ വന്നിട്ട് അങ്ങോട്ട് പോയോണ്ടാണ്. അപ്പൊ എന്തായാലും അവർക്ക് പോയും വേണം. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടിൽ പോയിട്ടൊരു കേക്കും കൂടി നമ്മൾ കട്ട് ചെയ്യും. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു ബർത്ത്ഡേ ഉണ്ട്, അതിന്റെ വീടിന്റെ മുമ്പിൽ തന്നെയാണ് ബർത്ത്ഡേ. അപ്പൊ അതുകൊണ്ടാണ് അതെ. അപ്പൊ എന്തായാലും ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഒരിക്കൽ കൂടി. ടാറ്റാ.